കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ആദ്യ കേസ് കോട്ടയം പൊൻകുന്നം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് SITക്ക് കൈമാറി. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പരാതിയിലാണ് നടപടി. FIR ഇട്ടത് കൊരട്ടി സ്വദേശി സജീവിനെതിരെ. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. ഇന്നലെ രാത്രി 3 മണിക്കൂറിലേറെയാണ് ആശുപത്രി ഇരുട്ടിലായത്. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായാണ് വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടത്. പകരം സംവിധാനം ഒരുക്കിയിരുന്നുവെങ്കിലും അതും പ്രവർത്തിച്ചില്ല. രോഗികളുടെയും നാട്ടുകാരുടെയും വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. SIT വൈദ്യുതി തടസ്സത്തിൽ KSEBയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നാളെ PWD KSEB ആശുപത്രി ചർച്ച നടത്തും. ഇന്നലെ എന്ത് സംഭവിച്ചുവെന്ന് പൂർണ്ണമായി പരിശോധിക്കുമെന്നും മന്ത്രി. ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വീണ്ടും വിദ്യാർത്ഥി സംഘർഷം. ട്യൂഷൻ പഠനത്തിനായി എത്തിയ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. വിദ്യാർത്ഥികളായതിനാൽ പോലീസിന് കേസെടുക്കാനായില്ല. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം പതിവ്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസ് 2ാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. ജില്ലാ സെഷൻസ് കോടതി ജാമ്യാപേക്ഷയിൽ വിധി പറയും. പ്രതിക്കെതിരെ ചുമത്തിയത് പ്രേരണാകുറ്റം. PV അൻവർ വിഷയത്തിൽ CPMന് പിന്തുണയുമായി ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ. അൻവർ ഉന്നയിച്ച ആരോപണത്തിന് സർക്കാരും പാർട്ടിയും അന്വേഷണം നടത്തുന്നുണ്ട്. പരസ്യമായ ആരോപണം ശരിയല്ല. CPMനെതിരെ വെല്ലുവിളി തുടർന്ന് PV അൻവർ. താൻ വിചാരിച്ചാൽ 25 പഞ്ചായത്തുകളിൽ LDF ഭരണം നഷ്ടമാകും. മലപ്പുറത്തെ മാത്രമല്ല കോഴിക്കോടും പാലക്കാടും ഭരണം പോകും. ഇടതുമുന്നണി വെല്ലുവിളിച്ചാൽ അതിന് തയ്യാറാണെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുകയാണെന്ന് PV അൻവർ. P ശശിക്കെതിരെയുള്ള ആരോപണവും ആവർത്തിച്ചു. താൻ തുടങ്ങിവെച്ചത് വിപ്ലവമായി മാറും. പാർട്ടി തന്നെ വെക്കിട്ട് കയറിയാൽ തിരിച്ചും പറയുമെന്നും അൻവർ. മാമി തിരോധാന കേസിൽ ഇന്ന് വിശദീകരണ യോഗം. യോഗത്തിൽ PV അൻവർ പങ്കെടുക്കും. കോഴിക്കോട് മുതലക്കുളത്ത് വൈകിട്ടാണ് യോഗം. കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് അൻവർ. അൻവറിന്റെ പൊതുയോഗത്തെ ആൾക്കൂട്ടം താൽക്കാലികമെന്ന് LDF കൺവീനർ. CPMനെതിരെ പറയുമ്പോൾ കേൾക്കാൻ ആളുണ്ടാകും. പാർട്ടിക്ക് വേവലാതി ഇല്ലെന്നും TP രാമകൃഷ്ണൻ. യോഗത്തിൽ സ്വാഗതം പറഞ്ഞത് വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി വിട്ടുപോയ അദ്ദേഹത്തെ പാർട്ടിക്കാരനായി മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നുവെന്നും TP രാമകൃഷ്ണൻ. ADGPയെ മാറ്റണമെന്ന CPI നിലപാടിൽ അന്വേഷണ റിപ്പോർട്ട് വരട്ടെയെന്ന് TP രാമകൃഷ്ണൻ. റിപ്പോർട്ട് വരാതെ ഒന്നും പറയാനാകില്ല. ആരോപണം കൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ലെന്നും LDF കൺവീനർ. PV അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള PVR പാർക്കിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിക്കാൻ നടപടികൾ തുടങ്ങി. ടെൻഡർ വിളിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ADGP MR അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ശക്തം. നിലപാടിൽ ഉറച്ച് CPIയും LJDയും. അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി വിവാദം തണുപ്പിക്കാൻ സർക്കാർ നീക്കം. അജിത് കുമാറിനെതിരായ DJPയുടെ അന്വേഷണ റിപ്പോർട്ടും ഉടൻ വരും. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി സുപ്രീം കോടതിയിൽ. ഹൈക്കോടതി വിധിയിൽ പിഴവുണ്ടെന്ന് സിദ്ദിഖ്. താരസംഘടനയായ അമ്മയുടെയും WCCയുടെയും പോരിന്റെ ഇരയാണ് താൻ. ഒരാഴ്ചയായിട്ടും സിദ്ദിഖിനെ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം. വടക്കേക്കാട് തൊഴിയൂർ മാളിയേക്കൽപ്പടിയിൽ ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. മരിച്ചത് താമരയൂർ സ്വദേശി അക്ഷയ്, തൊഴിയൂർ സ്വദേശി രാജൻ എന്നിവർ. പരിക്കേറ്റത് കാട്ടാക്കാമ്പൽ സ്വദേശി നിരഞ്ജന്. ഗുരുവായൂർ ഭാഗത്തുനിന്ന് വന്ന ബൈക്ക് ആഞ്ഞൂർ റോഡ് ഭാഗത്തുനിന്ന് വന്ന സൈക്കിളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ആത്മഹത്യ ചെയ്ത വൈക്കം AEOയുടെ ചുമതലയുള്ള സീനിയർ സൂപ്രണ്ട് ശ്യാംകുമാറിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങി. ശ്യാംകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ അക്കരപ്പാടത്ത് പുഴയിൽ നിന്ന്. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കാണാതായതായി ഭാര്യ ദീപ പോലീസിൽ പരാതി നൽകിയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നതായി ബന്ധുക്കളും സുഹൃത്തുക്കളും. ജമ്മുകാശ്മീരിൽ ഇന്ന് നിശബ്ദ പ്രചരണം. 3ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ 40 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തുകളിലേക്ക്. 415 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു. മുൻ ഉപമുഖ്യമന്ത്രിമാരായ താരാചന്ദും മുസാഫർ ബേഗും അവസാനഘട്ട തെരഞ്ഞെടുപ്പ് നേരിടുന്ന പ്രമുഖർ. 3ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജമ്മുകശ്മീരിൽ കനത്ത സുരക്ഷ. കത്തുവയിലുണ്ടായ തീവ്രവാദി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിച്ചു. ജമ്മു മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുമെന്ന് ADGP ആനന്ദ് ജെയിൻ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കം. നരേൻഗഡ് മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രചരണം കുരുക്ഷേത്രയിൽ സമാപിക്കും. പ്രിയങ്ക ഗാന്ധിയും മറ്റു പ്രമുഖ നേതാക്കളും രാഹുലിനെ അനുഗമിക്കും. ഒക്ടോബർ 5-ന് ഹരിയാന പോളിംഗ് ബൂത്തിലേക്കെത്തും.
വെൽഡിംഗ് മെഷീൻ പൊട്ടിത്തെറിച്ച് ഡൽഹിയിൽ ഒരു മരണം, 3 പേർക്ക് ഗുരുതര പരിക്ക്. സംഭവം ദ്വാർക്ക ജില്ലയിലെ ഭർത്താലിൽ. അപകടം ടാങ്കർ ലോറി വെൽഡ് ചെയ്യുന്നതിനിടെ. സ്ഫോടന കാരണം വ്യക്തമല്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ജമൈക്കൻ പ്രധാനമന്ത്രി ആൻഡ്രൂസ് ഹോൾനസ് ഇന്ന് ഇന്ത്യയിലെത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണത്തെ തുടർന്ന് ഒക്ടോബർ 3 വരെ സന്ദർശനം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ആദ്യമായാണ് ഒരു ജമൈക്കൻ പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയുമായുള്ള പുതിയ നയതന്ത്ര വ്യാവസായിക കരാറുകൾ ഒപ്പുവെക്കുമെന്ന് പ്രതീക്ഷ. യമനിലെ ഹൂതികൾക്ക് നേരെ ആക്രമണം തുടങ്ങി ഇസ്രായേൽ. ഹുദൈദ തുറമുഖത്ത് ഉഗ്ര സ്ഫോടനം. വ്യോമാക്രമണത്തിൽ വലിയ നാശനഷ്ടമുണ്ടായതായി റിപ്പോർട്ട്. പ്രധാന ഹൂതി കേന്ദ്രങ്ങളിലും തുറമുഖത്തും കനത്ത ബോംബിംഗ്. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതായും 33 പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ട്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപക പ്രതിഷേധം. പരമ്പരാഗത കൊമ്പനാനയുടെ ചിത്രത്തിന് പകരം ഓറഞ്ച് പശ്ചാത്തലത്തിൽ ആനയെ അവതരിപ്പിച്ചതിന്. ബ്ലാസ്റ്റേഴ്സിന്റെ എവേ ജേഴ്സിയുമായി ചേർന്നുള്ള ലോഗോയാണ് മാനേജ്മെന്റ് ഉദ്ദേശിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് പഴയ ലോഗോയിലേക്ക് മാറി. ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റിൽ ഒരു പന്ത് പോലും എറിയാതെ 3ാം ദിവസത്തെ കളിയും ഉപേക്ഷിച്ചു. മൂടിക്കെട്ടിയ കാലാവസ്ഥയും മോശം ഡ്രെയിനേജ് സംവിധാനവും തിരിച്ചടിയായി. ആദ്യ ദിനം 35 ഓവർ മാത്രമാണ് എറിയാൻ കഴിഞ്ഞത്. 2ാം ദിനവും 3ാം ദിനവും മത്സരം ഉപേക്ഷിക്കപ്പെട്ടു. ഷൈൻ ടോം ചാക്കോയെ നായകനാക്കി പുതിയ ചിത്രം ഒരുങ്ങുന്നു. ഒരു അന്വേഷണത്തിന്റെ തുടക്കം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ പോസ്റ്റർ പുറത്ത്. സംവിധാനം MA നിഷാദ്. KV അബ്ദുൾ നാസറാണ് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ചിത്രം നിർമ്മിക്കുന്നത്. 64ഓളം താരങ്ങൾ ചിത്രത്തിൽ വേഷമിടുന്നു. ഹിറ്റുകളുടെ തുടർക്കഥ രചിക്കാൻ ആസിഫ് അലി. സസ്പെൻസിൽ മുങ്ങി രേഖാചിത്രം സെക്കൻഡ് ലുക്ക് പോസ്റ്റർ. കാവ്യ ഫിലിം കമ്പനിയും ആൻഡ് മെഗാ മീഡിയയും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ നിർമ്മാണം വേണു കുന്നപ്പിള്ളിയാണ്. ജോഫിൻ ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അനശ്വര രാജൻ പ്രധാന കഥാപാത്രമായി എത്തുന്നു. ശശികുമാറും സിമ്രാനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. $1 മില്യൺ സ്റ്റുഡിയോസിന്റെ ബാനറിൽ നവാഗതനായ അഭിഷൻ ജീവിന്ദ് സംവിധാനം ചെയ്യും. യോഗി ബാബുവും രമേശ് തിലകും മറ്റ് പ്രധാന വേഷങ്ങളെ അവതരിപ്പിക്കുന്നു. ബജറ്റിൽ അവതരിപ്പിച്ച ചില ആദായ നികുതി നിയമങ്ങൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷനുകളുടെ നികുതി നിരക്കുകൾ ഉയരും. 0.02% മുതൽ 0.1% വരെയാണ് നികുതി വർധന. നികുതിദായകർക്ക് പരാതികൾ തീർപ്പാക്കാൻ കഴിയുന്ന വിവാദ് സേ വിശ്വാസ് പദ്ധതിയും നടപ്പാക്കും. പദ്ധതി നടപ്പാക്കുക ഒക്ടോബർ 1 മുതൽ. ലുലു ഗ്രൂപ്പ് വീണ്ടും ആന്ധ്രാപ്രദേശിലേക്ക് തിരികെ വിളിച്ച് ചന്ദ്രബാബു നായിഡു. മടങ്ങിവരവ് ആന്ധ്രയ്ക്ക് ഊർജം പകരുമെന്നും ചന്ദ്രബാബു നായിഡു എക്സിൽ. ഇന്ത്യയിലെ സെമി കണ്ടക്ടർ വ്യവസായ രംഗത്ത് വമ്പൻ നിക്ഷേപവുമായി ടാറ്റ. തമിഴ്നാട്ടിലെ ഹൊസൂരിലെ ഐഫോൺ അസംബ്ലി പ്ലാന്റിൽ 20,000-ലധികം ജീവനക്കാരെ നിയമിക്കും. റാണിപ്പേട്ടിൽ നിർമ്മാണശാലയുടെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നു. കൈറ്റ് ആവിഷ്കരിച്ച കീ ടു എൻട്രൻസ് പദ്ധതിക്ക് തുടക്കം. ഇന്ന് രാത്രി 7:30 മുതൽ ക്ലാസുകൾ സംപ്രേഷണം ചെയ്യും. പദ്ധതി പൊതുപ്രവേശന പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിക്കാൻ. ഫാസ്റ്റ് ന്യൂസ് പൂർത്തിയാകുന്നു. നമസ്കാരം.